നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. പലയിടത്തും വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞു. ചാവക്കാട്ടെയും ഗുരുവായൂരിലെയും സ്ഥിതി ശാന്തം. വിവിധയിടങ്ങളിൽ സാഹചര്യം വിലയിരുത്താൻ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പാലം നിർമ്മാണം നടക്കുന്ന തയ്യൂർ ആലിക്കൽച്ചിറ പ്രദേശത്ത് പുഴ കരകവിഞ്ഞു. പഴയ പാലം പൊളിച്ചതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചു. പുഴയിൽ വെള്ളം ഉയർന്ന് ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചത്. വടക്കേക്കാട് നായരങ്ങാടിയിൽ ജ്വല്ലറിയുടെ ചുവർ തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് വെളിയങ്കോട് സ്വദേശി സുഹൈൽ, പാലപ്പെട്ടി സ്വദേശി നൌഷാദ് എന്നിവർ. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് അന്വേഷണ സംഘം. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച രാവിലെ 11-ന് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1/2 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. കഴിഞ്ഞ ദിവസം മിന്നൽ പ്രളയത്തിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 8 പേർ മരിച്ചതായും 8 പേരെ കാണാതായെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 13 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. 27 വീടുകൾ പൂർണ്ണമായും 196 വീടുകൾ ഭാഗികമായും തകർന്നു. 209 ക്യാമ്പുകളിലായി 5792 പേരെ മാറ്റിപ്പാർപ്പിച്ചെന്നും കണക്കുകൾ പറയുന്നു. അതേസമയം പല ക്യാമ്പുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്നാണ് ജനങ്ങളുടെ പരാതി. എന്നാൽ വേണ്ടത്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ പ്രതികരണം. മരുന്നുകൾ കൃത്യസമയത്ത് എത്തിച്ചില്ലെന്നും ഉദ്യോഗസ്ഥ ഏകോപനം ഇല്ലെന്നും വകുപ്പുകളുടെ ഏകോപനത്തിന് പ്രത്യേക സംവിധാനം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മഴയ്ക്ക് അല്പം ശമനമായതോടെ വെള്ളക്കെട്ടിലമർന്ന ചാവക്കാട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ശനിയാഴ്ച രാത്രിയോടെ മഴയുടെ ശക്തി കുറഞ്ഞതാണ് നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിയാൻ കാരണം. ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തി. ഇന്നലെ രാവിലെ ആരംഭിച്ച കനത്ത മഴയിലാണ് ചാവക്കാട് നഗരവും സമീപ പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായത്. പഞ്ചാരമുക്ക്, ഏനമാവ് റോഡ്, ഗുരുവായൂർ കുന്നംകുളം റോഡ്, ദേശീയപാത സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളം കയറി വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. വെള്ളക്കെട്ട് രൂക്ഷമായതോടെ മേഖലയിലെ ഗതാഗതവും ദൈനംദിന ജീവിതവും തടസ്സപ്പെട്ടു. പ്രദേശത്തെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ രാത്രിയോടെ മഴ ശമിച്ചതോടെ വെള്ളം ഒഴുകിപ്പോയി. നിലവിൽ നഗരത്തിലെ ഗതാഗതവും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും പുനഃസ്ഥാപിച്ചു. സംസ്ഥാനത്ത് തുടരുന്ന റെഡ് അലർട്ടിന്റെയും അതിതീവ്ര മഴയുടെയും പശ്ചാത്തലത്തിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ഗൂഗിൾ മീറ്റിലൂടെ ചേർന്ന യോഗത്തിൽ മണലൂർ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സൂപ്രണ്ടുമാർ, പൊതുമരാമത്ത് റോഡ് വിഭാഗം, ജലസേചന വകുപ്പ്, ഇറിഗേഷൻ എഞ്ചിനീയർമാർ, തഹസിൽദാർമാർ, പാവർട്ടി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുവരെ പെയ്ത അതിതീവ്ര മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടും അനുബന്ധ പ്രശ്നങ്ങളും യോഗം വിശദമായി വിലയിരുത്തി. മഴ തുടരുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം നൽകി മുൻകരുതൽ നടപടികൾ ഊർജിതമാക്കണമെന്ന് MLA നിർദ്ദേശിച്ചു. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ അടിയന്തരമായി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, തോടുകളും കാനകളും കലുങ്കുകളും ശുചീകരിക്കുക, അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായ നിരീക്ഷണം നടത്തുക, ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സജ്ജമാക്കി രക്ഷാപ്രവർത്തനങ്ങൾക്കാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കുക എന്നിവയ്ക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരസ്പര ഏകോപനത്തോടെ പ്രവർത്തിച്ച മഴ മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ അടിയന്തരമായി നടപ്പാക്കണമെന്നും MLA യോഗത്തിൽ നിർദ്ദേശിച്ചു. ഏത് സമയം അലർട്ടായിട്ട് നിൽക്കണം. ഇപ്പൊ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ പിൻവാങ്ങരുത്. അലർട്ടായിട്ട് നിൽക്കുക. ഇപ്പോഴും മിന്നൽ പ്രളയത്തിന്റെ മുന്നറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഏത് പ്രദേശം ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കോർഡിനേറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നേരിട്ട് വിളിച്ചോളൂ. അത് കോർഡിനേറ്റ് ചെയ്യാൻ സെൻട്രലൈസ് ചെയ്ത് ജില്ലാ തലത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എല്ലാം ചെയ്യാം. എല്ലാവരും ഇപ്പൊ പറഞ്ഞത് പൊതുവെ PWDയുടെ പ്രശ്നമാണ്. PW റോഡിന്റെ പ്രശ്നം ഇന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിച്ച് അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഏതായാലും ഈ മീറ്റിംഗ് പങ്കെടുത്ത എല്ലാവരും നമ്മുടെ മണ്ഡലത്തിൽ ഏത് പ്രശ്നം വന്നാലും അതിനെ നേരിടാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും അങ്ങനെ ഫ്രണ്ടിലുണ്ട് എന്നതിൽ ഒരിക്കൽ കൂടി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.
അടിയന്തര സാഹചര്യമുണ്ടായാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ 24 മണിക്കൂറും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലം നിർമ്മാണം നടക്കുന്ന തയ്യൂർ ആലിക്കൽച്ചിറ പ്രദേശത്ത് പുഴ കര കവിഞ്ഞു. പഴയ പാലം പൊളിച്ചതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചു. പുഴയിൽ വെള്ളം ഉയർന്ന ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചത്. മുൻപ് പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക ബണ്ട് റോഡ് ജൂൺ മാസത്തിലുണ്ടായ കനത്ത മഴയിൽ തകർന്നിരുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചത്. നടപ്പാലത്തിന്റെ 2 വശവും അടച്ചുകെട്ടി പൊട്ടിയ ബണ്ട് റോഡിന്റെ അവശേഷിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ഈ ഭാഗത്ത് പുഴ കര കവിഞ്ഞൊഴുകുന്നത്. മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിസരത്തുള്ള വീട്ടുകാർ ആശങ്കയിലാണ്. പാലത്തിന്റെ മെയിൻ സ്ലാബിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചിരുന്നെങ്കിലും പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് പ്രവർത്തനങ്ങൾ വീണ്ടും തടസ്സപ്പെട്ടു. കോൺക്രീറ്റിന് വേണ്ടി കെട്ടിയ കമ്പികളോട് ചേർന്നാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. മഴക്കെടുതി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനാവശ്യ ഭീതി പടർത്തുന്ന പ്രചരണം നടത്തരുതെന്ന് NK അക്ബർ MLA. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ സ്കൂൾ കെട്ടിടങ്ങളും മറ്റും ഉപയോഗിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങേണ്ടതില്ലെന്ന് MLA പറഞ്ഞു. കടപ്പുറം വില്ലേജ് ഓഫീസ് പരിസരത്ത് 3 നിലകളിലായി എല്ലാ സൌകര്യങ്ങളോടും കൂടിയ ഷെൽട്ടർ ലഭ്യമാണെന്നും മാറ്റിപ്പാർപ്പിക്കുന്നവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വാഹനത്തിൽ ഷെൽട്ടറിൽ എത്തിക്കണമെന്നും MLA പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി PWD തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും NK അക്ബർ പറഞ്ഞു. NH കാന നിർമ്മാണത്തിലെ അപാകതകൾ മൂലം വെള്ളക്കെട്ടുണ്ടാകുന്നത് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനായി MLA നിർദ്ദേശിച്ചു. MLAയുടെ അധ്യക്ഷതയിൽ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ നഗരസഭാ അധ്യക്ഷർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, തഹസിൽദാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, VO, KSCB, PWD, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ഇറിഗേഷൻ എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. പുനേർകുളം, മണ്ടത്തോട്, പെരിയമ്പലം മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. ഇവിടങ്ങളിൽ കൂടുതൽ തീരങ്ങൾ കടലെടുത്തു. മഴ കനക്കുന്നതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. കടൽക്ഷോഭവും രൂക്ഷമായി. കാപ്പിരിക്കാട്, തങ്ങൾപ്പടി, പെരിയമ്പലം, അണ്ടത്തോട്, മന്നലാംകുന്ന് എന്നിവിടങ്ങളിൽ കടൽ കരയിലേക്ക് ആഞ്ഞടിക്കുന്ന അവസ്ഥയാണ്. പെരിയമ്പലത്ത് ബീച്ച് റോഡിന്റെ ഒരു ഭാഗം കടലെടുത്തു. സമീപത്തെ ചെമ്മീൻ ഹാച്ചറി പകുതിയോളം കടൽ കയറി. ഇതിന്റെ കോൺക്രീറ്റ് സംഭരണികളും നഴ്സറിയും മതിലും നേരത്തെ കടലെടുത്തിരുന്നു. തങ്ങൾപ്പടി 310 റൂട്ടിലെ സ്വകാര്യ റിസോർട്ടും അപകട ഭീഷണിയിലാണ്. കെട്ടിടം സംരക്ഷിക്കാനായി കഴിഞ്ഞ ദിവസം ഇവിടെ കരിങ്കല്ല് അടുക്കിയെങ്കിലും അതെല്ലാം കടലിനടിയിലാണ്. ഏതാനും വർഷം മുമ്പ് നിർമ്മിച്ച അണ്ടത്തോട് പെരിയമ്പലം ലിങ്ക് റോഡ് കടലാക്രമണ ഭീഷണിയിലാണ്. ഇതിന് സമീപം വരെ കടലെത്തിയിട്ടുണ്ട്. പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു തുടങ്ങി ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. വടക്കേക്കാട് നായരങ്ങാടിയിൽ ജ്വല്ലറിയുടെ ചുവർ തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നായരങ്ങാടിയിൽ സ്ഥലത്തെ പ്രമുഖ ജ്വല്ലറിയുടെ ചുവർ തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 2 പ്രതികൾ പിടിയിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും വെളിയങ്കോട് താമസിക്കുന്ന ആളുമായ ഓട്ടോ സുഹൈൽ എന്ന് വിളിക്കുന്ന സുഹൈൽ, പാലപ്പെട്ടി സ്വദേശി നൌഷാദ് എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി സഗോക് ടീമും വടക്കേക്കാട് പോലീസും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയാണ് നായരങ്ങാടിയിലെ പ്രമുഖ ജ്വല്ലറിയായ പാലത്തിങ്കൽ ജ്വല്ലേഴ്സിൽ പുറകുവശത്തെ ചുവരിൽ മാൻഹോൾ ഉണ്ടാക്കി മോഷണശ്രമം നടത്തിയത്. ഇതിനിടെ സെക്യൂരിറ്റി അലാം ശബ്ദിച്ചതിനാൽ പ്രതികൾ ശ്രമം പാതിവഴിയിൽ ഉപേക്ഷിച്ചു. നായരങ്ങാടിയിൽ നഗരത്തെ പ്രധാന ഭാഗത്ത് നടന്ന മോഷണശ്രമത്തിൽ വ്യാപാരി വ്യവസായികൾ അടക്കമുള്ളവർ ഭീതിയിലായിരുന്നു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സാഗോക് ടീമും വടക്കേക്കാട് പോലീസും ചേർന്ന് അന്വേഷണം നടത്തി. പ്രതികൾ ജ്വല്ലറി തുറക്കുന്നതിനും മറ്റുമായി കൊണ്ടുവന്ന ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള സാധന സാമഗ്രികൾ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു. പിന്നീട് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. തൃശൂർ സിറ്റി പോലീസിന്റെ അന്വേഷണ മികവാണ് പ്രതികളെ സംഭവം നടന്ന 3 ദിവസത്തിനകം തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. കേസിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സേതു ഗുരുവായൂർ, പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേന്ദ്രൻ, വടക്കേക്കാട് ഇൻസ്പെക്ടർ ജസ്റ്റിൻ, വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ SI സലാം, സിവിൽ പോലീസ് ഓഫീസർ റോഷൻ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. പിടികൂടിയ പ്രതികളുമായി പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
വടക്കേക്കാട് ജ്വല്ലറി കവർച്ച സെക്യൂരിറ്റി അലാം ശബ്ദിച്ചില്ലായിരുന്നുവെങ്കിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ മോഷണങ്ങളിൽ ഒന്നാകുമായിരുന്നു ഇത്. എന്നാൽ അപായ സൂചന ഉണ്ടായതോടെ പ്രതികളുടെ വൻ മോഷണ പദ്ധതി തകിടം മറിഞ്ഞു. നായരങ്ങാടിയിലെ ജ്വല്ലറി കവർച്ച സംബന്ധിച്ച് വൻ ആസൂത്രണമാണ് പ്രതികൾ നടത്തിയിരുന്നത്. ജ്വല്ലറി തുറക്കുന്നതിനും ലോക്കർ, ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർക്കുന്നതിനുമായി സിലിണ്ടർ അടക്കമുള്ളവ 2 ദിവസം മുമ്പേ തന്നെ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ കൊണ്ടുവന്നിട്ടിരുന്നു. ജില്ലയ്ക്ക് പുറത്തുനിന്നാണ് ഗ്യാസ് കട്ടർ ശേഖരിച്ച് കേസിലെ 3ാം പ്രതിയും ഗുഡ്സ് ഓട്ടോ ഓടിക്കുന്ന ആളുമായ നൌഷാദ് ജ്വല്ലറിയുടെ സമീപത്തെ പറമ്പിൽ ഒളിപ്പിച്ചത്. പിന്നീട് ആർക്കും സംശയം തോന്നാതിരിക്കുന്നതിനായി സാധാരണ രീതിയിൽ ഇരുചക്ര വാഹനത്തിലാണ് പ്രതികൾ സംഭവ ദിവസം ഇവിടേക്കെത്തിയത്. നിരവധി കവർച്ചാ കേസുകളിൽ കുപ്രസിദ്ധിയാർജിച്ച ഓട്ടോ സുഹൈലാണ് ഈ കേസിലെ പ്രധാന പ്രതിയും ആസൂത്രകനും. ജില്ലയ്ക്കകത്തും പുറത്തുമായി 50ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടിൽ നിന്നും വൻ സ്വർണ്ണക്കവർച്ച നടത്തിയ സംഭവത്തിലെ പ്രതിയാണ് സുഹൈൽ. മോഷ്ടിച്ച് ലഭിച്ച പണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിക്കുന്നതാണ് ഇയാളുടെ ശൈലി. 3 മാസം മുമ്പ് ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കഴുമല്ലൂർ ക്ഷേത്രത്തിൽ ഓഫീസ് റൂമിനകത്ത് കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ഇയാളെ പിടികൂടിയിരുന്നു. വടക്കേക്കാട് ജ്വല്ലറിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ചുമർ തുറന്ന ഭാഗം ഉൾപ്പെടുന്ന രീതിയിലുള്ള ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതു മനസ്സിലാക്കിയാണ് ഇവർ കവർച്ച ആസൂത്രണം നടത്തിയത്. നാട്ടുകാരുടെ ജാഗ്രതയും ഉടമസ്ഥന്റെ ഇടപെടലുമാണ് മോഷണം വിഫലമാക്കിയത്. തുടർന്ന് പഴുതടച്ച അന്വേഷണത്തിൽ ദിവസങ്ങൾക്കകം പ്രതികളെ പിടികൂടാനായത് പോലീസിനും അഭിമാന നേട്ടമായി. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക് കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച നടക്കും. രാവിലെ 11-ന് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടക്കും. CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ KCCL MD അനിൽ മംഗലത്ത് MPLS പ്രഖ്യാപനം നടത്തും. തിരുവോണ സമ്മാന പദ്ധതി ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശും നിർവഹിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അനുബന്ധ സ്ഥാപനങ്ങൾ, വിവിധ ബ്രോഡ്ബാൻഡ് സേവനദാതാക്കൾ തുടങ്ങിയവരുടെ പ്രതിനിധികൾ ചടങ്ങിൽ സംസാരിക്കും. ചടങ്ങിൽ സാങ്കേതിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന CCTV ജീവനക്കാരെ ഉപഹാരം നൽകി ആദരിക്കും. CCTV ഡയറക്ടർ NV അബ്ദുസമദ് സ്വാഗതവും ചെയർമാൻ KR അനന്തരാമൻ നന്ദിയും പറയും. ചടങ്ങ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. നമ്മുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ CCTVയുടെ ടെക്നിക്കലായിട്ടുള്ള വലിയൊരു അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ടുള്ള ബ്രോഡ്ബാൻഡാണെന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോഗത്തിലുള്ള ഏറ്റവും കൂടുതൽ സാധനം ബ്രോഡ്ബാൻഡാണ്. അതിൽ ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നുമില്ല എന്നുള്ള പോലെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു കാൽവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മറ്റേ അധികവും മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ മാത്രം ചെയ്യുന്ന ടെക്നോളജി അപ്ഗ്രേഡേഷനിൽ പെട്ട ഒരു അപ്ഗ്രേഡേഷനാണ്. നല്ല ചിലവുള്ള ഒരു അപ്ഗ്രേഡേഷനാണ് ഇപ്പോൾ CCTV ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാനത്ത് തന്നെ സബ് ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ടെക്നോളജി നടപ്പിലാക്കിയത്. ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ്. കുന്നംകുളം നഗരസഭ 16-ാം വാർഡിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീണുണ്ടായ അപകടത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ അതിവേഗ രക്ഷാപ്രവർത്തനം നടത്തി. ഗാന്ധിനഗർ കാണിപ്പയ്യൂർ വീട്ടിൽ പ്രദീപിന്റെ വീടിന് മുകളിലേക്കാണ് രാത്രിയോടെ മരം വീണത്. സംഭവ സമയത്ത് ഡയാലിസിസ് രോഗിയായ പ്രദീപും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വലിയ ശബ്ദത്തോടെ വീടിന് മുകളിൽ മരം പതിച്ചതോടെ കുടുംബം ഭയന്നു പോയെങ്കിലും വൻ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി. വിവരമറിഞ്ഞ വാർഡ് കൌൺസിലർ അനീന ബാബു ഉടൻ തന്നെ നഗരസഭയുടെ ദുരിത നിവാരണ ക്യാമ്പിലേക്ക് വിവരമറിയിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നേരിട്ട് അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വൈസ് ചെയർമാന്റെ ഇടപെടലിനെ തുടർന്ന് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ സ്ഥലത്തെത്തി രാത്രി തന്നെ വീടിന് മുകളിൽ വീണ മരം മുറിച്ചുമാറ്റി. ദുരന്തമുഖത്ത് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നേരിട്ടെത്തി നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങളാണ് രാത്രി തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സഹായകരമായത്. പുനേർകുളം പഞ്ചായത്തിന് മുന്നിൽ LDF കമ്മിറ്റി നടത്തിയ മാർച്ചും ധർണയും രാഷ്ട്രീയ പ്രേരിതമായ പ്രഹസനമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ മാർച്ച് 31-ന് മുമ്പ് നൽകേണ്ട 3ാം ഗഡു ലഭിക്കാത്തതിന്റെ പേരിലാണ് പല പഞ്ചായത്തുകളിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കേണ്ടി വന്നത്. കഴിഞ്ഞ LDF സർക്കാർ ത്രിതല പഞ്ചായത്തുകൾക്ക് 3ാം ഗഡു നൽകാത്തതിന്റെ പേരിലാണ് പഞ്ചായത്തുകൾക്ക് പ്ലാൻ ഫണ്ടിൽ കുറവുണ്ടായത്. 2019-20 കാലഘട്ടത്തിൽ പല പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുത്തിയ ആളുകൾ പുതിയ സർക്കാർ വന്നപ്പോൾ വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. 2024-25 വർഷങ്ങളിലും 30% ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നും ഹസൻ തളികശ്ശേരി കൂട്ടിച്ചേർത്തു.
പുന്നയൂർക്കുളം പഞ്ചായത്തിൻ്റെ മുന്നിൽ നിന്ന് LDFിൻ്റെ ഒരു സമരം നടന്നു. ആമുഖമായ ഒരു കാര്യം പറയട്ടെ. പുന്നയൂർക്കുളം പഞ്ചായത്തിൽ ഈ സമരം നടക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷന് വോട്ട് എണ്ണിക്കഴിഞ്ഞ് 11 വാർഡുകളിലെ ആദ്യത്തെ വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം നിലവിൽ പഞ്ചായത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ഇന്നത്തെ പഞ്ചായത്ത് മെമ്പർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് പറഞ്ഞ വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞു, എല്ലാം പോയി, അതോടൊപ്പം തന്നെ ഇനി പഞ്ചായത്തിന്റെ മുമ്പിൽ സമരം ചെയ്യാനുള്ള വഴി മാത്രമേ ഉള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞു. അത് ആ പറഞ്ഞ പാലിക്കാന്, അണികളെ ഓർമ്മപ്പെടുത്താന് മാത്രമുള്ള കാര്യം മാത്രമാണ് ഈ ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നത്തെ സമരം പഞ്ചായത്തിന് വേണ്ടി പഞ്ചായത്തിന്റെ ഫണ്ട് നൽകുന്ന സംസ്ഥാന സർക്കാർ 26-27 വാർഷിക പദ്ധതിയിൽ 1,64,00,000 രൂപ വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞ സമരമാണ് തുടങ്ങിയത്. അതിനോട് ബന്ധപ്പെടുത്തിയിട്ട് രാഷ്ട്രീയമായി മറ്റു പല കാര്യങ്ങളൊക്കെ പറഞ്ഞത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി കൃത്യമായി അതിന്റെ കണക്കുകൾ അവതരിപ്പിച്ചിരുന്നു. പൈസ കൊടുത്തിട്ടില്ല, കുറച്ച് കൊടുക്കാനുണ്ട്. 20 ലക്ഷം രൂപയോളം പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൂലിച്ചെലവിന് മാറ്റിവെച്ചപ്പോൾ ആ മാറ്റിവെച്ച തുകയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 6 ലക്ഷം രൂപ, ആ കറക്റ്റായിട്ട് പറഞ്ഞ 6,40,701 രൂപ സ്പിൽ ഓവറായിട്ട് കിടക്കുന്നുണ്ട്. അത് കൊടുക്കും. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ആണെങ്കിൽ ആകെ 5,70,000 അവര് തരാന്ന് പറഞ്ഞത്, പ്ലാനിൽ വെച്ചത്. അതിൽ തന്നെ 4,89,739 രൂപയാണ് ബാക്കി. ആ ജില്ലാ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? ഇന്നും ഭരിക്കുന്നതും അന്നും ഭരിക്കുന്നതും ഈ ഇടതുപക്ഷം തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെത് 31,80,000 രൂപ തന്നതിൽ നിന്ന് 2,85,499 രൂപ കിട്ടാണ്ട്. ഇത് 3 പഞ്ചായത്ത് തലത്തിലുള്ള പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം 3-ാം ഗഡു കിട്ടാത്തത് കൊണ്ടാണ് ഈ കൊടുക്കാത്തത്. പശുവിനെ 24 പശുക്കൾ മേടിച്ച് അവർക്ക് കാശ് കൊടുത്തിട്ടില്ല. ശരിയാണ്, എല്ലാ വർഷവും കൊടുക്കാവുന്നത് 3-ാം ഗഡു വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും നടക്കുക. പുന്നയൂർക്കുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം നടന്നു. ലീഗ് പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. CB റഷീദ് മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് VK മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ ഷാഹിദ് കൊപ്പര, CU മുസ്തഫ, ലീഗ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി CM ഗഫൂർ, യൂത്ത് ലീഗ് പഞ്ചായത്ത് നേതാക്കളായ അഷ്റഫ് ചോലയിൽ, AK മുക്താർ, യാസർ TV, റയീസ് റഷീദ്, ഗ്ലോബൽ KMCC നേതാവ് VK യാസർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പുന്നയൂർക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഹുസൈൻ വലിയകത്ത് സ്വാഗതവും യൂത്ത് ലീഗ് സെക്രട്ടറി TM ഇർഷാദ് നന്ദിയും പറഞ്ഞു. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലിത്തയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളോടെ തുടക്കം. സപ്തതിയുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി ആഘോഷങ്ങൾക്ക് തൊഴിയൂർ ഭദ്രാസന അരമനയിൽ വിപുലമായ പരിപാടികളോടെ തുടക്കമായി. ജന്മദിനത്തോടനുബന്ധിച്ച് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് ജന്മദിന സ്തോത്ര പ്രാർത്ഥനയ്ക്ക് ശേഷം തൊഴിയൂർ ഭദ്രാസന കൗൺസിൽ ഹാളിൽ നടന്ന ജന്മദിനാഘോഷത്തിൽ തിരുമേനി സഭയിലെ വൈദികരോടും സഭാ ഭാരവാഹികളോടുമൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. സഭയുടെ വിവിധ ഇടവകകളിൽ നിന്നെത്തിയ ഇടവകാംഗങ്ങളും സഭാവക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകരും സഭയുടെ വിവിധ ഭക്തസംഘടനാ പ്രവർത്തകരും മധുരം പങ്കിട്ടു. തിരുമേനിക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടി സഭ നടത്തുന്ന ധനസഹായ പദ്ധതിയായ തൈബൂസ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്തയുടെ സപ്തതി, എപ്പിസ്കോപ്പൽ രജത ജൂബിലി, പൗരോഹിത്യ സുവർണ ജൂബിലി എന്നിവയുടെ സംയുക്താഘോഷം ആഗസ്റ്റ് 29-ന് കുന്നംകുളം ടൗൺ ഹാളിൽ വിപുലമായി നടത്തുമെന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു. വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, അൽമായ ട്രസ്റ്റി ഗീവർ മണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ദിവ്യകാരുണ്യത്തിന്റെ അപ്പസ്തലനായ പീറ്റർ ജൂലിയൻ എയ്മാർഡിന്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ദേവാലയമായ മരത്തംകോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നടത്തി. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി കാർമ്മികനായി. ജൂലൈ 31 മുതൽ ലതീഞ്ഞും നൊവേനയോടുകൂടി നവനാൾ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ഊട്ടുതിരുനാൾ കമ്മിറ്റി ഭാരവാഹികളായ രഞ്ജി മണ്ടുബാൽ, ജെയിംസ് വടക്കൻ, റോയ് അക്കര, സാലി വിൻസെന്റ്, MP സിജോ, റോബി അക്കര, ജോസ് CV, സുരേഷ് താണിക്കൽ, അഭിനവ് KJ എന്നിവർ കൊടിയേറ്റ ചടങ്ങിന് നേതൃത്വം നൽകി. ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 8, 9 ശനി ഞായർ തീയതികളിലായി ഭക്തിസാന്ദ്രമായി ആചരിക്കും. തിരുനാൾ ദിനമായ 9 രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷപൂർവമായ തിരുനാൾ കുർബാന ഫാദർ ടോണി കാക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രസുതേന്തി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, രോഗശാന്തി ശുശ്രൂഷ, സമൂഹ ഊട്ടുനേർച്ച എന്നിവ ഉണ്ടായിരിക്കും. മരത്തംകോട് മേരിമാതാ പള്ളിക്ക് വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് ജോൺ കല്ലന്താനി രചിച്ച വിശുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ആദ്യ യൂട്യൂബ് ഗാനം ഇതിനകം തന്നെ ശ്രദ്ധേയമാണ്. ഇയാൾ ചിറ്റിലങ്ങാട് റോക്കേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ചിറ്റിലങ്ങാട് നടന്ന ക്യാമ്പ് 16-ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജിത്തു മുണ്ടന്തറ അധ്യക്ഷനായി. കോർഡിനേറ്റർ മണികണ്ഠൻ സംസാരിച്ചു. KJ ജിതിൻ സ്വാഗതവും MA മിഥുൻ നന്ദിയും പറഞ്ഞു. ക്ലബ്ബ് ഭാരവാഹികളായ PA ദിലീപ്, വിഗിൽ MV, റെനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. യുവതലമുറ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുവാൻ വ്യത്യസ്തവും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് ഇയാൾ ചിറ്റിലങ്ങാട് റോക്കേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ക്ലബിന്റെ 20-ാം വാർഷികത്തിന്റെ ഭാഗമായാണ് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നാടിന് ഗുണപ്രദമാകുന്ന വിവിധ പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. CPIM പുന്നേർകുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ C. കേശവൻ അനുസ്മരണം നടത്തി. ലോക്കൽ കമ്മിറ്റി അംഗം സുധീഷ് കോളത്തേരിയുടെ അധ്യക്ഷതയിൽ ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. പുന്നൂക്കാവ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പുന്നേർകുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TS സുരേഷ്, CPM ബ്രാഞ്ച് സെക്രട്ടറി നസീർ, C. ധർമ്മൻ, സദു തൃപ്പറ്റ്, ബേബി സെമീർ എന്നിവർ പങ്കെടുത്തു. ചരമം. ചുണ്ടൽ സാന്റ് തോം കോൺവെന്റിലെ സിസ്റ്റർ എക്സ്പെക്ട CMC അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചുണ്ടൽ സാന്റ് തോം കോൺവെന്റിലെ അന്തേവാസിയാണ് പരേത. അടുപ്പുട്ടി പരേതനായ കുത്തൂർ ഉട്ടൂപ്പ് ഭാര്യ മറിയാമ്മ നിര്യാതയായി. 107 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടത്തി. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. പലയിടത്തും വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞു. ചാവക്കാട്ടെയും ഗുരുവായൂരിലെയും സ്ഥിതി ശാന്തം. വിവിധയിടങ്ങളിൽ സാഹചര്യം വിലയിരുത്താൻ MLA-മാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പാലനിർമ്മാണം നടക്കുന്ന തയ്യൂർ ആലിക്കൽച്ചിറ പ്രദേശത്ത് പുഴ കരകവിഞ്ഞു. പഴയ പാലം പൊളിച്ചതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചു. പുഴയിൽ വെള്ളം ഉയർന്ന ഒഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചത്. വടക്കേക്കാട് നായരങ്ങാടിയിൽ ജ്വല്ലറിയുടെ ചുവർ തുറന്ന് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് വെളിയങ്കോട് സ്വദേശി സുഹൈൽ, പാലപ്പെട്ടി സ്വദേശി നൌഷാദ് എന്നിവർ. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് അന്വേഷണ സംഘം. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച രാവിലെ 11-ന് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.